ശ്രീ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, മണിപ്പൂർ കലാപം നമ്മൾ എത്രയോ വേദികളിൽ എത്രയോ തവണ ഇതുപോലെ ചർച്ച ചെയ്തതാണ്. ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടുനിന്ന ആ കലാപം, അതിൻ്റെ കെടുതികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. അവിടെ മണിപ്പൂരിൻ്റെ മണ്ണ് ഇപ്പോഴും ആ മുറിവ് മുഴുവൻ, ആ മണ്ണ് മുഴുവൻ ആ മുറിവുകളാണ്. ആ മുറിവുകൾ ഉണക്കാനുള്ള ശ്രമമല്ല, വീണ്ടും വീണ്ടും അത് കുത്തി നോവിക്കുകയാണ് ആ ജനതയെ. അവിടുത്തെ ഭരണകൂടവും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണറും ചേർന്ന്. നോക്കൂ, 41% ക്രൈസ്തവ വിഭാഗം അധിവസിക്കുന്ന മണിപ്പൂർ. അവിടെ നമുക്കറിയാം ഈ വിശുദ്ധ വാരാചരണം ആരംഭിച്ചിരിക്കുകയാണ്. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈ ദിവസങ്ങളെല്ലാം പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഗവർണറുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. ഒരു ഭരണപരമായ സൗകര്യത്തിനാണ്, ഇയർ എൻഡിംഗ് ആണ്, ഫിനാൻഷ്യൽ ഇയർ എൻഡിംഗ് ആണ് എന്നൊക്കെയുള്ള ന്യായീകരണം അവിടെ പടച്ചു വിടുന്നുണ്ട് അപ്പുറത്തു നിന്നും. പക്ഷേ ഈ 41% ജനവിഭാഗത്തിൻ്റെ വികാരങ്ങൾ കണക്കിലെടുക്കാത്ത എങ്ങനെയാണ് ഈ ഭരണാധികാരികൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? അഡ്വക്കേറ്റ് അരുൺകുമാർ. RSSും സംഘപരിവാറും 2014 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൃത്യമായി പറഞ്ഞത് തങ്ങൾക്ക് 3 ആഭ്യന്തര ശത്രുക്കളുണ്ട് ഈ രാജ്യത്ത്. ഈ 3 ആഭ്യന്തര ശത്രുക്കളെയും നിഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് RSS വിഭാവനം ചെയ്യുന്ന ഒരു മതരാഷ്ട്രം, ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ടുള്ള രാഷ്ട്രം വിഭാവനം ചെയ്യാൻ കഴിയും എന്നതാണ്. ആ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരും, രണ്ടാമത് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരും, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഇപ്പോൾ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കെതിരെ വളരെ ദീർഘമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ബാബറി മസ്ജിദ് തകർത്ത സംഭവം മുതലെടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരവധി ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് നിരവധി വർഗീയ കലാപങ്ങളിലൂടെ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ പരമ്പര തുടരുകയാണ്. ഏറ്റവും അവസാനം പൗരത്വ ഭേദഗതി നിയമത്തിൽ എത്തി നിൽക്കുന്നു. പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ള ബോധ്യം കൃത്യമായിട്ട് അവർക്കുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്കെതിരായിട്ടുള്ള ആക്രമണവും അടുത്ത കാലത്ത് അതിശക്തമായി തുടരുന്ന കാഴ്ച നാം കണ്ടു. ഏറ്റവും അവസാനം മണിപ്പൂർ കലാപം, ആ മണിപ്പൂർ കലാപം ഏകദേശം 1 വർഷം പിന്നിടാൻ പോവുകയാണ്. കലാപത്തിൻ്റെ ഭാഗമായി 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, നിരവധി ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. ആ ആരാധനാലയങ്ങൾ ഏകപക്ഷികമായി 600-ഓളം ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും യഥാർത്ഥത്തിൽ ആ കലാപം അമർച്ച ചെയ്യാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കുകയോ മണിപ്പൂർ കലാപം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുകയോ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം മണിപ്പൂരിൽ ഈസ്റ്റർ ദിനം, അതുപോലെ ദുഃഖവെള്ളി അടക്കമുള്ള ഏറ്റവും അവസാനത്തെ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവത്തോടെ, പ്രാധാന്യത്തോടെ അവർ കാണുന്ന വിശേഷ ദിവസങ്ങളിലടക്കം പ്രവൃത്തി ദിവസമാക്കി ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഉയർന്നു വന്നത് നാം കാണുകയാണ്. അവസാനം അത് തിരുത്തിക്കൊണ്ട് ഉത്തരവ് വരുമ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംഘപരിവാർ പ്രൊഫൈലുകൾ രംഗത്ത് വരുമ്പോഴുമെല്ലാം യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ന്യൂനപക്ഷ സമുദായത്തെ വേട്ടയാടുക, അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക, ഒരു തരത്തിലും അവരിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ വിലമതിക്കാതിരിക്കുക, ഗൗരവത്തോടെ കാണാതിരിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ രാജ്യത്തുനിന്ന് വലിയ രൂപത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ മാത്രമാണ് അത് പിൻവലിക്കാൻ തയ്യാറായത്. പിൻവലിക്കാൻ തയ്യാറാകുമ്പോൾ കൃത്യമായി മാർച്ച് 31 ഈസ്റ്റർ ദിനത്തിൻ്റെ അന്ന് പ്രവൃത്തി ദിവസം എന്നുള്ളതാണ് മാറ്റിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ RSS വിഭാവനം ചെയ്യുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഉയർന്നു വരുന്നു, പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. ആ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോഴും യഥാർത്ഥത്തിൽ അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തിയപ്പോഴാണ് നോട്ടിഫിക്കേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. സാധാരണ ഒരു നിയമം വന്നാൽ ആ നിയമം 6 മാസത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടം പ്രഖ്യാപിക്കണം എന്നതാണ് ഈ നിലവിലുള്ള രീതി. എന്നാൽ 4.5 വർഷം അത് വൈകിപ്പിച്ചു. അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു, ശരിയാണ്. പക്ഷേ വലിയ വർഗീയ ധ്രുവീകരണം ഈ ഒരു സെക്കൻഡ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട ആ പ്രശ്നം ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നേരത്തെ ഈ ഈസ്റ്റർ ദിനവും അതുപോലെ ദുഃഖവെള്ളിയും
അത് അവധി നൽകാൻ കഴിയില്ല എന്നതായിരുന്നു അത്തരത്തിലൊരു വിജ്ഞാപനമായി ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, പാർഷ്യലായ ഒരു ഭേദഗതി മാത്രമേ വന്നിട്ടുള്ളൂ. ദുഃഖവെള്ളി അവധിയാണ്, ശനിയാഴ്ച പ്രവൃത്തി ദിവസമാണ്, ഈസ്റ്ററിൻ്റെ അന്ന് പ്രവൃത്തി ദിനമല്ല, അന്ന് അവധി നൽകിയിരിക്കുന്നു. നോക്കൂ, ഈ ശനിയാഴ്ച എന്നൊക്കെ പറയുന്നത്, ദുഃഖവെള്ളി കഴിഞ്ഞുള്ള ശനിയാഴ്ച എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവ മതവിശ്വാസികളെ സംബന്ധിച്ച് അവർ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഈ വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്നത് ക്രൈസ്തവ ഭവനങ്ങളിൽ അവർ പൂർണ്ണമായും ആരാധനാലയങ്ങളിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം, പ്രാർത്ഥനാ നിരതരായി ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഇത് തന്നെയാകുമല്ലോ ആഗോള തലത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ആരാധനാക്രമം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഭാഗികമായ ഒരു മാറ്റം മാത്രമേ ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളൂ. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അവരെല്ലാം ആരാധനാലയിലും പള്ളിയിലുമെല്ലാം ആരാധനയിൽ മുഴുകി പള്ളിയിലിരിക്കുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നപ്പോൾ മാത്രമാണ് ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. ഇപ്പോൾ മാസാവസാനമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബാങ്കുകൾ പ്രവർത്തിക്കേണ്ട, അത്തരത്തിലുള്ള ഏതെങ്കിലും റീസൺ പറഞ്ഞാലും അതൊന്നും നമുക്കതൊരു പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷനായി കരുതാൻ കഴിയില്ല. കാരണം യഥാർത്ഥത്തിൽ ആ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, കുറച്ച് നാളായി നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടയുടെ ഒരു തുടർച്ചയായിട്ട് വേണം അതിനെ കാണാൻ. കാരണം ജനസംഖ്യയുടെ 40-45% ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. 9ഓളം ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ ആ ജില്ലയിൽ 90% ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ കലാപം ആരംഭിച്ചതിന് ശേഷം ഭൂരിഭാഗം ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നതും ഇപ്പോഴും നോർമലായിട്ടുള്ള ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ന്യൂനപക്ഷത്തെ കൂടുതൽ ഭയപ്പെടുത്താനും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഓർഡർ പുറത്തിറങ്ങിയത് എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. വലിയ രൂപത്തിൽ രാജ്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമെല്ലാം വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യത്ത് നിലനിൽക്കുകയാണ്.